Fundamental rules of RDF. There are mainly 3 rules for the RDF, and the first rule states that the name of a resource must be global. In other words, if you have a doubt that someone else might use the same name to refer to something else, then you cannot use the same name. അതായത് നമ്മളൊരു റിസോഴ്സസിന് പ്രൊവൈഡ് ചെയ്യുന്ന നെയിം നമ്മൾ ഗ്ലോബൽ ആയിട്ടായിരിക്കും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ സേവ് ചെയ്തിട്ടുണ്ടാവുക. ഇൻ അതർ വേർഡ്സ് നമുക്കൊരു ഡൗട്ട് വരികയാണ്, അതായത് നമ്മൾ ഒരു റിസോഴ്സസിന് പ്രൊവൈഡ് ചെയ്യുന്ന നെയിം വേറൊരാൾ അവരുടെ റിസോഴ്സസിന് ആ നെയിം പ്രൊവൈഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ വി ഷുഡ് നോട്ട് യൂസ് ദാറ്റ് പെർട്ടിക്കുലർ നെയിം ഫോർ അവർ റിസോഴ്സ്. Now let's see some of the points that are related to the first rule. There are mainly 3 basic components for the RDF model, and these components are subject, predicate and object. ഈ 3 കമ്പോണൻസും നമ്മുടെ RDFൻ്റെ റിസോഴ്സസ് ആണ്. And according to this rule, it states that we must use URI in order to identify them. And also, the following statement should always be true. The statement is, if 2 or more RDF documents use the same URI to describe the resources, then this resource represents exactly the same concept in the real world. അതായത് 2 അതിൽ കൂടുതലോ ഉള്ള RDF ഡോക്യുമെൻറ്റ് ഒരു പെർട്ടിക്കുലർ റിസോഴ്സസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സെയിം URI ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ റിസോഴ്സസിന് സെയിം കൺസെപ്റ്റാണ് ഉണ്ടാവുക ടു ദ എൻറ്റയർ വേൾഡ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ റിസോഴ്സസ് ഫോർ എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം R1, R2, R3 എന്നുള്ള 3 RDF ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കുക. ആൻഡ് നമ്മുടെ കയ്യിൽ ഒരു റിസോഴ്സസും ഉണ്ട്. അപ്പോൾ ഈ റിസോഴ്സസ് ഈ 3 ഡോക്യുമെൻറ്റ്സിനും സെയിം കൺസെപ്റ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ R1 ഒരു കൺസെപ്റ്റ്, R2 വേറൊരു കൺസെപ്റ്റ്, R3 വേറൊരു കൺസെപ്റ്റ്, അങ്ങനെ 3 ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഒന്നും ഈ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യില്ല. എല്ലാ ഡോക്യുമെൻറ്റ്സിനും സെയിം കൺസെപ്റ്റ് ആയിരിക്കും ഈ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് ഇതിൽ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 different RDF document can still use different URI to refer to same thing or a same concept. അതായത് ഇവിടെ വരുന്നൊരു പ്രോബ്ലം എന്ന് പറയുന്നത് 2 അതിൽ കൂടുതലോ ഉള്ള RDF ഡോക്യുമെൻറ്റ് ഒരു പെർട്ടിക്കുലർ റിസോഴ്സസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടി ഡിഫറെൻറ്റ് URIയും യൂസ് ചെയ്യാം. ഇങ്ങനെ ഡിഫറെൻറ്റ് URI യൂസ് ചെയ്യുന്നത് ഈവൻ ഓതറിന് പോലും അറിയാതെ ആയിരിക്കും ഇങ്ങനൊരു പ്രോബ്ലം നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊരു മേജർ പ്രോബ്ലമാണ്. സോ വി മസ്റ്റ് നീഡ് എ സൊല്യൂഷൻ ഇൻ ഓർഡർ ടു ഓവർകം ദിസ്. സോ വൺ ഓഫ് ദ സൊല്യൂഷൻ ഫോർ ദിസ് ഇസ്, it is always a good idea to search around and use the resources from the existing vocabulary instead of making up the new URI every time. അതായത് ഒരു പെർട്ടിക്കുലർ ഡോക്യുമെൻറ്റിന് ഒരു റിസോഴ്സ് ആവശ്യമുണ്ടെങ്കിൽ ആദ്യം അതിൻ്റെ വൊക്കാബുലറീസിൽ സെർച്ച് ചെയ്യണം. ആ വൊക്കാബുലറീസിൽ അവൈലബിൾ അല്ലെങ്കിൽ മാത്രം അതൊരു ന്യൂ URI ക്രിയേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു ന്യൂ URI ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ഒരു പരിധി വരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഫസ്റ്റ് റൂൾ. നൗ ലെറ്റ്സ് സീ ദ സെക്കൻഡ് റൂൾ. The knowledge is expressed as a statement in the form of a subject, predicate, object, and this order should never be changed. അതായത് RDFിൽ ഒരു ഡോക്യുമെൻറ്റ് ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഒരു നോളേജ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത് സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്നുള്ള ഫോർമാറ്റിലായിരിക്കണം. RDF എന്ന് പറയുന്ന ഒരു XML ബേസ്ഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ XML ബേസ്ഡ് ലാംഗ്വേജിൽ ആദ്യം നമ്മൾ സബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് സബ്ജക്റ്റിൻ്റെ ഉള്ളിൽ പ്രെഡിക്കേറ്റ് ഡിഫൈൻ ചെയ്യും, ആൻഡ് പ്രെഡിക്കേറ്റിൻ്റെ ഉള്ളിൽ ഒബ്ജക്റ്റ് ഡിഫൈൻ ചെയ്യും. ഈ ഒരു മെത്തേഡ് എൻറ്റയർ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഫോളോ ചെയ്യണം. And this particular rule mainly plays an important role in enabling the machines in order to understand the knowledge that are expressed in the RDF statement. So this is one of the example of an RDF statement. So consider this statement. ഇതിൽ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ്, പ്രിഡിക്കേറ്റ്, ഒബ്ജക്റ്റ് എന്നുള്ള ഫോമാറ്റിലാണ് നമ്മൾ ഡോക്യുമെൻ്റ് സ്പെസിഫൈ ചെയ്യുന്നത്. സോ ഹിയർ the first subject name is resource 0. ആ റിസോഴ്സ് 0ൻ്റെ പ്രെഡിക്കേറ്റ് ആണ് പ്രോപ്പർട്ടി നെയിം. അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്
ഈ പെർട്ടിക്കുലർ പ്രോപ്പർട്ടി, ഈ പ്രെഡിക്കേറ്റ് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ഈ പ്രെഡിക്കേറ്റ് എവിടെയാണ് ക്ലോസ് ചെയ്യുന്നത് നോക്കുക. ഇവിടെയാണ് ഈ പ്രെഡിക്കേറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രെഡിക്കേറ്റിൻ്റെ ഓപ്പണിംഗ് ടാഗ് മുതൽ ക്ലോസിംഗ് ടാഗ് മുതൽ വരുന്ന അതിൻ്റെ ഇടയിൽ വരുന്ന പോർഷൻസ് ആണ് അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നൗ കൺസിഡർ ദ സെക്കൻഡ് റിസോഴ്സ് 1. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സബ്ജക്റ്റ് ആണ് #resource 1 എന്ന് പറയുന്നത്. അതിൻ്റെ പ്രെഡിക്കേറ്റ് ആണ് പ്രോപ്പർട്ടി നെയിം 1 എന്ന് പറയുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോപ്പർട്ടി 1ൻ്റെ ഓപ്പണിംഗ് ടാഗും പ്രോപ്പർട്ടി 1ൻ്റെ ക്ലോസിംഗ് ടാഗിൻ്റെയും ഇടയിൽ വരുന്ന പോർഷൻസ് ആണ് അതിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഒബ്ജക്റ്റ് പോലെ ഇവിടെ വരുന്ന ഫോർമാറ്റ് ആണ് റിസോഴ്സ് പ്രോപ്പർട്ടി വാല്യൂ, where resource is equal to the subject, property is equal to the predicate, and the value is equal to the object. And this particular strategy is followed in the entire RDF statement. Here in the RDF statement, the order of the statement is very important, because if we follow this order when we create the RDF statement, an RDF related application will be able to understand the meaning of the statements. Now the rule 3 states that the most existing one. I can talk about the resource at my will, and if I choose to use an existing URI to identify the resource I am talking about, then the following is true. The resource I am talking about and the resource already identified by this existing URI represent exactly the same concept, and everything I have said about this resource is considered to be additional knowledge about that resource. അതായത് റൂൾ 3 എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് എക്സൈറ്റിംഗ് റൂളാണ്. ഇതിലെന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ കൺസിഡർ ദാറ്റ് ഞാനൊരു റിസോഴ്സസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇഷ്ടപ്രകാരം ഞാനൊരു റിസോഴ്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ആ റിസോഴ്സസിനെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു URI ആണ് ഞാൻ ചൂസ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഏത് റിസോഴ്സിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ റിസോഴ്സസും എക്സിസ്റ്റിംഗ് URI ഏത് റിസോഴ്സസിനെയാണ് റെഫർ ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ റിസോഴ്സസും സെയിം ആയിരിക്കണം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഇസ്, ആ റിസോഴ്സസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ആ റിസോഴ്സസിൻ്റെ അഡീഷണൽ നോളേജ് ആയിരിക്കണം. ദാറ്റ് ഈസ് എവറിത്തിങ് ഐ ഹാവ് സെഡ് അബൌട്ട് ദാറ്റ് പെർട്ടിക്കുലർ റിസോഴ്സ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ അഡീഷണൽ നോളേജ് അബൌട്ട് ദാറ്റ് റിസോഴ്സ്. ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റൂൾ 3 എക്സിസ്റ്റ് ചെയ്യുള്ളൂ.